എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പിലാക്കേണ്ടത് മാർ റാഫേൽ തട്ടിലിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയല്ല എറണാകുളത്തെ സഭാതലവൻ. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാത്രമാണ്. മാർ റാഫേൽ തട്ടിലാണ് എറണാകുളം ആർച്ച് ബിഷപ്പ്. വിഡ്ഢികളെ പോലെ വിശ്വാസികൾ പാംപ്ലാനി മെത്രാനെതിരെ പോകുന്നത് എന്തിനാണ്? അദ്ദേഹം എറണാകുളത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നില്ല. പാംപ്ലാനി മെത്രാനെതിരെ പോയി സമയം കളയരുത്. അദ്ദേഹം സഭയ്ക്കെതിരെ എന്ത് തെറ്റ് ചെയ്തു? ഇതിനു മുമ്പ് വന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റർമാരെ പോലെ അദ്ദേഹത്തോട് പെരുമാറരുത്. മാർ റാഫേൽ തട്ടിലും കാവിൽ പുരയിടം എന്ന കറുത്ത സർപ്പവുമാണ് ഏകീകൃത കുർബാന നടപ്പിലാക്കാത്തതിന്റെ പ്രധാന കാരണക്കാർ. സ്ഥിരം സിനഡ് പിതാക്കന്മാരും ഇപ്പോൾ മിണ്ടാവ്രതം അനുഷ്ഠിക്കുന്ന തറയിൽ മെത്രാനും ആദ്യം എറണാകുളത്ത് വന്ന് ഏകീകൃത കുർബാന അർപ്പിക്കട്ടെ. ബറാബാസിനെ വിട്ട് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്ന മണ്ടന്മാരാകരുത് വിശ്വാസികൾ. തട്ടിലിനെ വിട്ട് പാംപ്ലാനിയെ കുരിശിൽ തറയ്ക്കരുത്. വിവേകത്തോടെ ചിന്തിക്കണം. മാർ ജോസഫ് പാംപ്ലാനിയല്ല എറണാകുളത്തെ ആർച്ച് ബിഷപ്പ്. അത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണെന്ന കാര്യമെങ്കിലും കുറഞ്ഞ പക്ഷം വിശ്വാസികൾ മനസ്സിലാക്കണം. എറണാകുളത്തെ ക്യൂരിയയെ ഇപ്പോഴും നിലനിർത്തി സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബിഷപ്പ് പാംപ്ലാനിയെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. മാർ പാംപ്ലാനിക്ക് ഒരു അധികാരവുമില്ല. പാംപ്ലാനി ചെയ്യുന്നതെല്ലാം മാർ തട്ടിലിനും വിമതന്മാർക്കുമാണ്. അവരുടെ ഏറാൻ മൂളിയാണ് മാർ തട്ടിൽ. മാർ തട്ടിൽ നടത്തുന്ന എല്ലാ തരികിടകൾക്കും കുടപിടിക്കാനാണ് പാംപ്ലാനിയെ കൊണ്ടുവന്നത്. അത് മാർ തട്ടിലിന്റെ അടവുകളിൽ ഒന്നാണ്.